സങ്കീർത്തനം 62:9. എന്നും എന്നും, ഇന്നല്ല നാളെ മാത്രമല്ല, എന്നും എന്നും ദൈവത്തിൽ ശരണം വയ്ക്കുവിൻ. അവിടുത്തെ മുമ്പിൽ നിങ്ങളുടെ ഹൃദയം തുറക്കുവിൻ. അവിടുന്നാണ് നമ്മുടെ സങ്കേതം. ചെറിയ വിഷയം മാത്രം എടുക്കാം. അവിടുത്തെ മുൻപിൽ നമ്മുടെ ഹൃദയം തുറക്കുവിൻ. സ്നേഹ, ഹൃദയം തുറക്കേണ്ടത് ഹൃദയ തുടിപ്പ് മനസ്സിലാക്കുന്നവരോട് മാത്രമാണ്. ചാരി നിൽക്കുന്നവരെല്ലാം, ചേർന്ന് നിൽക്കുന്നവരെല്ലാം നിന്റെ ഹൃദയ തുടിപ്പിന്റെ ആഴം ഉൾക്കൊള്ളണമെന്ന നിർബന്ധമില്ലല്ലോ. അതുകൊണ്ട് ഒരേ വേവ് ലെങ്തിൽ, നീ ആഗ്രഹിക്കുന്ന, നീ മനസ്സിലാക്കുന്ന അതേ അളവിൽ നിന്റെ ജീവിതത്തിന്റെ മുറിവിന്റെ ആഴം, നിന്റെ വേദനയുടെ ആഴം ഉൾക്കൊള്ളാൻ കഴിയുന്ന വ്യക്തികൾ ഇന്ന് ലോകത്തിലില്ല. അത് സ്വർഗത്തിലെ നല്ല അപ്പന് മാത്രമേ കഴിയുള്ളൂ. കൂടെ നിൽക്കുന്ന ചങ്കെന്ന് പറയുന്ന ബഡീസായ ആർക്കും നിന്റെ ഹൃദയത്തിന്റെ വേദന ഉൾക്കൊള്ളാൻ കഴിയില്ല. നിന്റെ സന്തോഷത്തിന്റെ തീവ്രത ഉൾക്കൊള്ളാൻ കഴിയില്ല. അത് സ്വർഗത്തിലെ നല്ല അപ്പൻ, നിന്നെ സൃഷ്ടിച്ചവന് മാത്രമേ അത് സാധിക്കുള്ളൂ എന്ന് വിശ്വസിക്കുക. സ്നേഹമുള്ളവർ, ഈ വചനം അങ്ങ് ഹൃദയപൂർവ്വം ഏറ്റെടുക്കുക. ഹൃദയം തുറക്കേണ്ടത് സ്വർഗത്തോട് മാത്രമാണ്. കാരണം നിന്റെ ഹൃദയ വിചാരങ്ങൾ അറിയുന്നവന്റെ മുമ്പിൽ ഹൃദയം തുറന്നാൽ നിന്റെ ഹൃദയത്തിലേക്ക്, അവന്റെ ഹൃദയത്തിൽ നിന്ന്, തിരുഹൃദയത്തിൽ നിന്ന് കൃപ ഒഴുകുമെന്നതാണ് അതിന്റെ ബലം. അപ്പോൾ നിന്റെ ഹൃദയ തുടിപ്പിനെ ബലപ്പെടുത്തുന്ന തിരുഹൃദയ കൃപകൾ ഇന്ന് ഒഴുകാൻ വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. ഹൃദയം തുടിപ്പ് സ്വർഗം മനസ്സിലാക്കും, അഭിഷേകമായി മാറും. നിന്റെ ഹൃദയവും നിന്റെ ജീവിതവും ബലപ്പെടും. ആമേൻ.